ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് പ്രീപ്ലേറ്റ് ചെയ്യുന്ന സാരിയിൽ മെഷർമെന്റ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. എങ്കിലും ബിഗിനേഴ്സിന് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളും വരുന്ന രീതിയാണ്. സോ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സാരി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രീപ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യം ആ സാരി ഫുൾ ആയിട്ട് അയൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റാണ് നമ്മൾ മെഷർമെന്റ് കാര്യങ്ങൾ നമ്മുടെ സാരിയിൽ മാർക്ക് ചെയ്യാൻ പോകുക. ഫസ്റ്റ് മെഷർമെന്റ് വന്നിട്ട് നമ്മുടെ ഷോൾഡർ ടു കാഫ്, വിച്ച് മീൻസ് നമ്മുടെ പല്ലുവിന്റെ ലെങ്ത് ആയിരിക്കണം നമ്മുടെ ഫസ്റ്റ് മെഷർമെന്റ്. രണ്ടാമത് നമ്മൾ എടുക്കേണ്ട മെഷർമെന്റ് ഏരിയ വന്നിട്ട് നമ്മുടെ ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് ആണ്. ഇതായിരിക്കണം നമ്മുടെ സെക്കൻഡ് മെഷർമെന്റ് വരുന്നത്. മൂന്നാമത്തെ നമ്മുടെ മെഷർമെന്റ് ആയിരിക്കണം നമ്മുടെ ബെസ്റ്റ് പോയിന്റ് ടു ബെസ്റ്റ് പോയിന്റ്. നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വീതി വേണം എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെസ്റ്റ് പോയിന്റ് ടു ബെസ്റ്റ് പോയിന്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാലാമത്തെ മെഷർമെന്റ് ആണ് നമ്മുടെ ഷോൾഡർ ടു ഷേപ്പ്. ഷോൾഡർ ടു ഷേപ്പ് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഈ ഒരു പൊസിഷനിൽ മെഷർ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ നമ്മുടെ ഷോൾഡറിൽ ടൈ ചെയ്തതിനു ശേഷം ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ മെഷർ ചെയ്യാൻ. കാരണം നമ്മുടെ സാരി നമ്മൾ ഇങ്ങനെ കയറിയിട്ടല്ല കൊടുക്കുക, കുറച്ചൊരു ഇതിലാണ് കൊടുക്കുക. സോ ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ ഇതോടെ ടൈറ്റ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ വേണം ഷോൾഡർ ടു ഷേപ്പിന്റെ മെഷർമെന്റ്. അടുത്ത നമ്മുടെ അഞ്ചാമത്തെ മെഷർമെന്റ് വന്നിട്ട് നമ്മുടെ ഷോൾഡർ ടു നേവൽ പോയിന്റ് ആണ്. സോ ഷോൾഡർ ടു നേവൽ പോയിന്റ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് സെയിം നമ്മൾ ഷേപ്പിന് എടുത്തതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൽ ടൈ ചെയ്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ടൈ ചെയ്തിട്ട് വേണം ഷോൾഡർ ടു നേവൽ എടുക്കാൻ. നമ്മൾ പകുതി വെച്ച് നിർത്താൻ പാടില്ല, കംപ്ലീറ്റ്ലി റോൾ ചെയ്തിട്ട് ഷോൾഡർ ടു നേവൽ. ഇതായിരിക്കണം നമ്മുടെ ഫിഫ്ത്ത്. സെയിം ആസ് നമുക്ക് പാരലായിട്ട് ഷോൾഡർ ടു നേവൽ പോയിന്റ് എടുക്കുന്നതിന് പകരം നമുക്ക് ബെസ്റ്റ് പോയിന്റ് ടു നേവൽ പോയിന്റ് എടുക്കാം. അത് എടുക്കുന്ന സിറ്റുവേഷൻസ് എപ്പോഴാന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു സൈസ് ഒക്കെ ഉള്ള ബ്രൈഡ്സ് ആണ് അല്ലെങ്കിൽ ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രസ്റ്റ് പോയിന്റ് ടു നേവൽ പോയിന്റ് നമുക്ക് സൈസ് എടുക്കാം. ഈ ഷോൾഡർ ടു നേവൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് സെയിം നമുക്ക് ബ്രസ്റ്റ് പോയിന്റ് ടു നേവൽ പോയിന്റ് വേണം നമ്മൾ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ അടുത്ത് നമ്മുടെ സിക്സ്ത് ആൻഡ് ലാസ്റ്റ് മെഷർമെന്റ് ആണ് നമ്മുടെ ടെക്കിംഗ് ടു നേവൽ പോയിന്റ്. നമ്മൾ ടെക്കിംഗ് ടു നേവൽ പോയിന്റ് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ടെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇത് ഫുൾ റോൾ ചെയ്തതിന് ശേഷം നമ്മുടെ നേവൽ പോയിന്റ് ഇതായിരിക്കണം നമ്മുടെ ടെക്കിംഗ് ടു നേവൽ പോയിന്റിന്റെ മെഷർമെന്റ് വരുന്നത്. ഈ നേവൽ പോയിന്റ് പ്ലസ് എത്രയാണോ നമുക്ക് ഈ നേവൽ പോയിന്റിൽ മെഷർമെന്റ് വരുന്നത് പ്ലസ് ഒരു 5 ഇഞ്ച്, അതായിരിക്കും നമ്മുടെ ടെക്കിംഗ് ടു നേവൽ. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള മെഷർമെന്റ് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇഫ് യു വാണ്ട് മോർ ഞാൻ ഇനിയും കുറെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ബൈ.